ഇൻസ്റ്റാഗ്രാം മാർക്കറ്റ് പ്ലേസ് ത്രൂ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഡ്രസ് മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ രണ്ട് യൂസ്ഡ് ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും. അപ്പൊ ഒരു വലിയ മാർക്കറ്റാണ് കേരളത്തിൽ തന്നെ യൂസ്ഡ് ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പിനും ഉള്ളത്. അപ്പൊ അത് വാങ്ങുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യത്തെ കാര്യം, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റീഫർബിഷ്ഡ് ലാപ്ടോപ്പുകളാണ്. അതായത് കോർപ്പറേറ്റ് കമ്പനീസും വലിയ ഓർഗനൈസേഷൻസും എല്ലാം ഒരു ഫിക്സഡ് ഇയർ കഴിയുമ്പോൾ ഈ പഴയ അവരുടെ സിസ്റ്റം റിഫ്രഷ് ചെയ്യും. അപ്പൊ ഈ പഴയ ലാപ്ടോപ്പുകളെല്ലാം മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കും. കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകൾ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലെനോവോയുടെ തിങ്ക് പാഡ്, അതുപോലെ HP-യുടെ എലൈറ്റ്. കണ്ടാൽ പുത്തൻ പുതിയതുപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ അപ്പിയറൻസും എല്ലാം കണ്ടിട്ട് ഇത് വാങ്ങുകയും ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഓർക്കേണ്ട കാര്യം, 8th ജനറേഷൻ എബോ പ്രോസസർ ഇനി അങ്ങോട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ മെഷീന്റെ ഓണർഷിപ്പ് നമുക്ക് ഒരു കാരണവശാലും അറിയാൻ ഒരു വഴിയില്ല. ഇത് ആരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഏത് ഓർഗനൈസേഷൻ്റെതാണ്, ഇത് വിറ്റവർക്ക് പോലും അറിയാൻ വഴിയില്ല. കാരണം ഇത് ബില്ലില്ലാതൊക്കെയാണ് കൂടുതലും നമ്മൾ വാങ്ങുന്നത് പരസ്യം കണ്ടിട്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസറുകൾ കൂടുതലും ഇന്റൽ വി പ്രോ സപ്പോർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം റിമോട്ട് മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇന്റൽ മാനേജ്മെന്റ് എഞ്ചിൻ ഫിംവെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. ഇത് മൂലം ഈ ഓർഗനൈസേഷന് കൃത്യമായി ഈ ലാപ്ടോപ്പുകൾ ട്രാക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഡേറ്റ വൈപ്പ് ചെയ്യാനും എല്ലാം കേപ്പബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് അവർ ഓതറൈസ്ഡ് ആയിട്ടല്ല പുറത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഈ മെഷീൻ ട്രാക്ക് ഡൗൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റും. അപ്പൊ കൃത്യമായി ഇതിന്റെ മാനേജ്മെന്റ് എഞ്ചിൻ ഫിംവെയർ സ്റ്റാറ്റസ് അൺലോക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഹാർഡ്വെയർ ഇൻഫോ ടൂൾ ഉപയോഗിക്കാം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസിൽ മദർ ബോർഡ് ബയോ സെക്ഷനിൽ ME സ്റ്റാറ്റസ് എനേബിൾഡ് ആണോ അല്ലയോ എന്ന് കാണിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ബയോ സെക്ഷന് മുമ്പ് കൺട്രോൾ P അടിച്ചു കഴിഞ്ഞാൽ ME സ്റ്റാറ്റസ് എനേബിൾഡ് ആണോ അല്ലയോ എന്ന് കാണിക്കും. ഒരു കാരണവശാലും ME സ്റ്റാറ്റസ് എനേബിൾഡ് ആയിട്ടുള്ള യൂസ്ഡ് ലാപ്ടോപ്പുകൾ വാങ്ങരുത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ജെനുവിൻ ബാറ്ററി ആണോ ജെനുവിൻ ചാർജർ ആണോ എന്നുള്ളതാണ്. കാരണം കൂടുതൽ ലാപ്ടോപ്പുകളും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് വേറെ ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ഒക്കെ പേരുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ചാർജറുകൾ മിസ്സിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബാറ്ററി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തുറന്ന് കാണിച്ച് മേടിക്കാനായിട്ട് അവകാശപ്പെടാം. കാരണം നമുക്ക് ആ ബാറ്ററി കാണണമെന്നുള്ളത് ഒരു വാങ്ങുന്ന ആളുടെ ഒരു കടമയാണ്. അതുകൊണ്ട് ബാറ്ററിയും ജെനുവിൻ ആണോ എന്ന് നോക്കുക. അതിന്റെ ബാറ്ററി ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് HW ഇൻഫോ തന്നെ ഉപയോഗിക്കാം. അതിനകത്ത് ബാറ്ററിയുടെ വെയർ ലെവൽ ബിലോ 80 or 75% ആയാൽ ആ ഒരു ഡീൽ നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് വാങ്ങിക്കുക. പ്രീമിയം ലാപ്ടോപ്പുകളാണ് വില കുറച്ച് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പാർട്സിനും വില കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കൃത്യമായി ഡിസ്പ്ലേയുടെ കളർ, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ എല്ലാം ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ ജസ്റ്റ് കയറിയിട്ട് ഡിസ്പ്ലേ കളർ ചെക്ക് എന്ന് കൊടുത്താൽ എനി ഡെഡ് പിക്സൽസ് കളർ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് കീബോർഡ് ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കീബോർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കീബോർഡ് ടെസ്റ്റർ എന്ന് പറഞ്ഞ് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ഹാർഡ് കീസോ ഫുൾ കീസ് വർക്കിംഗ് ആണോ എന്നെല്ലാം നോക്കുക. വലിയ ഹാർഡ് പ്രോസ് ഉള്ള കീസുള്ള ലാപ്ടോപ്പ് ഒഴിവാക്കുക. കാരണം അതും കാലക്രമേണ കംപ്ലൈന്റ് വരും. ഇനി ഗെയിമിംഗ് ലാപ്ടോപ്പ് യൂസ്ഡ് വാങ്ങുന്നവർ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഈ സിസ്റ്റം സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ സെല്ലർ അനുവദിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ആ ഡീലിലേക്ക് പോവുക. കാരണം ഒരുവിധപ്പെട്ട ഗെയിമിംഗ് ലാപ്ടോപ്പുകളെല്ലാം 1 വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ചിപ്സെറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഹീറ്റൊക്കെ അടിച്ച് പലരും റീസെൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഹിഞ്ചസ് ഏരിയ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു 3-4 തവണയെങ്കിലും തുറന്ന് നോക്കുക. എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടോ ക്രാക്കിംഗ് പോലെ എന്തെങ്കിലും ഉണ്ടോ, ബോഡി പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായി വാങ്ങുക. അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ശരി ചേട്ടാ പിന്നെ വരാം എന്ന് പറഞ്ഞാൽ ഡീൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുമായിട്ട് വരുന്ന പല മെഷീൻസും SSD ആയിട്ട് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അത് നല്ല ക്വാളിറ്റി SSD ആണെന്ന് ഉറപ്പാക്കുക. വളരെ ലോക്കൽ ബ്രാൻഡുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിന്റെ i9 Mac, i7 Mac ഒക്കെ ഭയങ്കര വിലക്കുറവൊക്കെ പറഞ്ഞ് തന്നേക്കാം. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭാവി ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ സപ്പോർട്ടുകളൊന്നും ഉണ്ടാവില്ല.